വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കാത്തിരുന്ന ഈ കൊല്ലത്തെയും ബമ്പർ പ്രൈസ് ഓണ ബമ്പർ ആരാണോ എന്തോ ഭാഗ്യവാൻ അവർക്കടിച്ചിരിക്കുകയാണ്. നമ്മളെടുത്തു, സ്വന്തമായിട്ടൊന്നെടുത്ത് ഗ്രൂപ്പായിട്ടൊന്നെടുത്ത് 2-3 എടുത്ത് ഒന്നിലും ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഇന്നപ്പം വീഡിയോ ആയിട്ട് വന്നത് പാപ്പിയുടെ കൊച്ചുങ്ങളെ കാണിക്കാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പം അതൊന്ന് കാണിക്കാൻ, അവരെ കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ണൊന്നും തുറന്നില്ല. ഇപ്പോൾ പാപ്പി പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഇടാം. ഓക്കെ, സിറ്റ് ഔട്ടിലാണ് കിടക്കുന്നത്. അതിൻ്റെ അടിയിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് കാണണമെങ്കിൽ ലൈറ്റ് ഇട്ടാലേ പറ്റൂ. ഓക്കെ, ഇതൊക്കെ അങ്ങനെ പാപ്പിക്ക് കൂട് മേടിച്ചു ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം പൂപ്പീനെ ഒരു പൂച്ച വന്ന് കടിച്ചില്ലേ, അതുകൊണ്ട് ഇച്ചിരി കൂടെ പരുവാകുമ്പോഴത്തേക്ക് ഇടാനായിട്ട് ഒരു കൂട് മേടിച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അഴുക്ക പൂച്ചയ്ക്ക് എന്തിനും കൂടൊക്കെ മേടിച്ചെന്ന്. എനിക്ക് പൂച്ചക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അത് പൂച്ചക്കുട്ടികളെ പട്ടിക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അതിനുള്ള സാമ്പത്തിക വരുമാനം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനൊന്നും മേടിക്കാത്ത. അപ്പോൾ ഇപ്പോഴും നമ്മൾ പ്രസവിച്ചതിൻ്റെ അന്ന് പോയൊരു കൂട് മേടിച്ച്. കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം. എനിക്കെന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ നമ്മൾ എന്തെങ്കിലും പണക്കാരാവുമെങ്കിൽ ഒരു വീട്ടിന് ചുറ്റാകം മതിലൊക്കെ കിട്ടിയിട്ട് 2-3 പട്ടിക്കുട്ടികളെയൊക്കെ വളർത്തണം, പൂച്ചേനെ വളർത്തണം, വേറെയുള്ള പേരുടെ വീട്ടുകളിൽ ചെല്ലാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പൂച്ചേനും പട്ടീനെയൊക്കെ വളർത്താൻ. അപ്പോൾ ഇപ്പം നമ്മളിൽ സാമ്പത്തികം കുറവായതുകൊണ്ടും അതുകൊണ്ട് നമ്മൾ സാധാരണ പൂച്ചേനെയൊക്കെ വളർത്തും. സാധാരണ പൂച്ചേനെയാണ് ഇഷ്ടം. സാധാരണ പൂച്ചകൾ തോന്നിയ പൂച്ചേനെ വളർത്തണം എന്നൊക്കെ, സ്ഥലമൊക്കെ നമുക്ക് കുറവല്ലേ. അപ്പോൾ ഇപ്പം എന്തിനായാലും അവർക്കൊരു കൂട് മേടിച്ചു കഴിച്ചു. ഇനി അവളെ എടുത്ത് കിടത്തി, കൊച്ചുകളെ എടുത്ത് കിടത്തിയതിന് ശേഷം അവളങ്ങനെ അതിൽ കയറിയൊന്നുമില്ല. പാപ്പി എടുത്ത് പിന്നെ നമ്മൾ ചട്ടിയിലാണ് അവർക്ക് കിടക്കാനുള്ള സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇവിടെ തന്നെയാണ് പ്രസവിച്ചത് അവൾ. അപ്പോൾ അതിൻ്റെ അകത്തിപ്പം നേരത്തുള്ള പൂപ്പിയായിട്ട് പ്രസവിച്ചത് അപ്പുറത്ത് അമ്മയുടെ വീട്ടിലാണെങ്കിലും ഇവിടെയാണ് കിടന്നത്. ഇവിടെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഇവിടെ സ്ഥിരമായി. പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന അതൊരു ചട്ടിയാണ്, മറ്റേ മേശരിയൊക്കെ കൊണ്ടുപോകില്ലേ, മേശരി അതേ കണക്കത്തൊരു ചട്ടിയാണ്. അപ്പം അതിലാണ് ഇവരെ കിടത്തിയിരിക്കുന്നത്. ഇപ്പം 3 കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, അവർ 3 പേരും പാല് കുടിക്കുകയാണ്. ഒരാൾ കറുപ്പായതുകൊണ്ട് നമുക്ക് അത്ര കാണത്തില്ല. അപ്പോൾ പാപ്പിക്ക് കിടക്കാനും പാപ്പിക്ക് വെള്ളമൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചോറിൽ അവിടെ മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ട്. കൺമണി ഇരിക്കുന്നു. കൺമണിയേ ഇങ്ങോട്ട് നോക്കടി. അത് ഇപ്പം പോയി വേറുള്ള പൂച്ചകളുമായിട്ട് അടി കൂടും. അതുകൊണ്ട് ഞാൻ എന്നും വഴക്ക് പറയും, വീട്ടിൽ കയറ്റില്ല. അടി കൂടിയത് മാത്രമല്ല, കഴുത്ത് മൊത്തം മുറിച്ച് വാറ്റി പുഴുവൊക്കെ ആയി കണ്ണായി. ഒരു പ്രാവശ്യം ഞാൻ അതിനെന്തൊരു മരുന്നൊക്കെ ഇട്ട് അതിനെ ശരിയാക്കി കുഴിയൊക്കെ നമന്ന് നല്ലതായിട്ട് മാംസമൊക്കെ പൊങ്ങി വന്നു. പിറ്റേന്ന് പോയി അടുത്ത അടിയും കൂടി മുഖം മൊത്തം അള്ളി പിന്നിക്കൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പം ഇവിടെ കയറ്റില്ല. മീൻ കണ്ടിക്കുമ്പോൾ മാത്രം ഇതിലേ കൂടെയൊക്കെ വന്ന് നോക്കിക്കൊണ്ട് പോകും. അല്ലാതെ ഞാനും കയറ്റില്ല. വീട്ടിൽ അണ്ണൻ വന്നാലും അണ്ണന് വഴക്ക് പറഞ്ഞ് ഓട്ടിക്കും. അപ്പം ഇപ്പം പാപ്പിക്കാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും മുൻഗണനയായിട്ടിരിക്കുന്നത്. അവളെ കുഞ്ഞുങ്ങളെങ്കിലും നമുക്ക് ഇതായിട്ട് കിട്ടണമെന്നുണ്ട്. അതുകൊണ്ട് പോയി കണ്ണൊക്കെ തുറന്നിട്ട് പോയി കൂട്ടിനകത്തോട്ടാക്കണം. തള്ള കയറൂല, അതല്ലേ പാട്. അന്ന് കൊണ്ടുവന്നതിൻ്റെ അന്ന് തന്നെ കൊണ്ടുവച്ചിട്ട് എനിക്ക് മൂക്കടപ്പ് ഗൈസ്. അതാണ് കൂടെ ഇട്ട് തുമിക്കുന്ന കണക്ക് മൂക്ക് മണ്ടയിൽ. അത് മാറത്തില്ല. അണ്ണൻ പറയുന്നപ്പോൾ അത് എനിക്ക് സ്ഥിരമായിരുന്നു. ഇപ്പം അമ്മ അങ്ങനെ ആക്കി സ്ഥിരമായി.
അപ്പോൾ അവൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടിഞ്ഞ് വെളിയിൽ ആ ചട്ടിയിൽ തന്നെ കൊണ്ടിട്ട് അവിടെ കിടന്ന് പാൽ കുടിക്കുകയും ഇപ്പോൾ അവിടെ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ മഴ വരുന്നു ഗൈസ്. നല്ല വൈകിട്ട് ഭയങ്കര ഇടിയും മിന്നലും ഇടിയൊക്കെ ഇത്തിരി നേരത്തെ ഇടിയൊക്കെ ചെറുതായ രീതിയിൽ ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനി 4:30 ആകുമ്പം അമ്മയെ വിളിച്ചിട്ട് വന്നിട്ട് 4:30 ആകുമ്പോൾ അയൽക്കൂട്ടമുണ്ടെന്ന് ശനിയാഴ്ചയാണ്. അപ്പം അന്ന് അയൽക്കൂട്ടമുണ്ട്. അപ്പോൾ അയൽക്കൂട്ടത്തിൽ പോകണം. പിന്നെ വൈകിട്ട് ഇന്ന് അച്ചാമ്മ രാവിലെ കഞ്ഞി മാമൻ ആശുപത്രി കേസില്ലേ അതിന് പോയതാണ്. അപ്പം ഇതുവരെയും വന്നില്ല. അവിടെ ആരും ചെന്നില്ല. എന്തോ കൂട്ടിരിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടൊന്നും അമ്മ ഇരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഞാൻ വിളിച്ചതുമില്ല. എനിക്ക് മണ്ടയ്ക്കകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ഇത്ര നേരം കിടക്കുകയായിരുന്നു. കിടന്ന് ഉറങ്ങി. ഇപ്പോൾ എണീച്ചൊരു 1:30 മണിയായപ്പോൾ എണീച്ചാൽ ലോട്ടറി നോക്കിയിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കരുത്. അങ്ങനെ നമുക്കും ആ ഭാഗ്യവും ഇല്ല. അങ്ങനെ നോക്കിയിട്ടൊക്കെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ പാപ്പിയുടെ കുഞ്ഞുങ്ങളെ കാണിക്കാം. ഓക്കെ, പാപ്പി കുഞ്ഞുങ്ങളെ. പാപ്പി എൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചാടി. എൻ്റെ ഒരുത്തെ ഇതിന് നമ്മൾ സിംബ എന്നാ പേരിടണേ. സിംബ. ഇത് കിങ്ങിണി സിംബ. ഇത് നമ്മളെ പൂപ്പി. ഇത് നമ്മളെ പൂപ്പി. ഇതാണ് പൂപ്പിക്ക് പേരിട്ടത്. ഇതാണ് പൂപ്പി കേട്ടോ. പാപ്പി അവർ ഈ 3 ഇപ്പം വിട്ട പേര് ഉള്ളവർ 3 പേരും ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവരെ പേരിടാമെന്ന് വിചാരിച്ച്. ഇത് സിംബ, ഇത് പൂപ്പി, ഇത് കിങ്ങിണി. പോയി കണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ പാപ്പിയുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ ചാനൽ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, ബെല്ലൈക്കണോടെ വെക്കണേ, എങ്കിലേ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എത്രത്തോളം നന്നായിട്ടാണോ മോശമാണോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണേ. ഞാനിതിലൊന്നും ഇനി ഒരു എഡിറ്റോ ഒന്നും ചെയ്യുന്നില്ല. ഇതേ കണക്കങ്ങ് പോസ്റ്റ് ചെയ്യും. പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുത്തിടുന്നത് അത്രയേ ഉള്ളൂ. അതെനിക്ക് അല്ലാതെ വേറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഓക്കെ, ബൈ.